അർജുൻ, ഈ മുനമ്പം ഭൂമി തർക്കത്തിൽ UDF ഒരു ഭിന്നതയുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ നിന്ന് തുടങ്ങിയതായിരുന്നു. അതിനുശേഷമാണ് ET ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ വീണ്ടും അതൊരു പ്രശ്നം വഷളാക്കരുത് എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം വീണ്ടും വരികയും ചെയ്തു. എന്താണ് ഇക്കാര്യത്തിൽ ആദ്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ശ്രുതി, അങ്ങനെ തന്നെയാണ്. ഈ പ്രശ്നം കൂടുതൽ വഷളാകാതെ പരിഹരിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ലക്ഷ്യമിടുന്നത്. കാരണം ഇതിൽ ഈ ഭൂമി വഖഫിൻ്റേതാണോ അല്ലയോ എന്ന തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകരുത് എന്നാണ് VD സതീശൻ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഈ ലീഗ് നേതൃത്വവുമായും അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളുമായും കൂടിയാലോചന നടത്തി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് മുൻപ് തന്നെ നിലപാട് പ്രഖ്യാപിച്ചവരാണ് UDF ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞ കാര്യങ്ങൾക്കോ അതോടൊപ്പം KM ഷാജിക്കോ പ്രതിപക്ഷ നേതാവ് കൃത്യമായി മറുപടി നൽകുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ വിഷയം കൂടുതൽ വഷളാക്കരുത്, മാത്രവുമല്ല സംഘപരിവാറിന്റെ കെണിയിൽ വീഴരുത് എന്നുള്ളതാണ്. അതായത് ഈ ഭൂമിയെ സംബന്ധിച്ച്, ഭൂമിയുടെ ഉടമസ്ഥാവസ്ഥ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് പോകുന്നതിന് പകരം ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക, അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകണം. ഇതിൽ UDF ഭിന്നതയില്ല എന്ന് പ്രതിപക്ഷ നേതാവും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ഭിന്നതയുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ്. അതേസമയം ഇതിൽ സാദിഖ് അലി തങ്ങളും അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയും അടക്കം പറഞ്ഞ നിലപാട് അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. മാത്രവുമല്ല ഈ UDF ഒറ്റക്കെട്ടായി തന്നെ ഈ സമരക്കാർക്കൊപ്പമുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. എന്തായാലും KM ഷാജിക്കും ET മുഹമ്മദ് ബഷീറിനും പേരെടുത്തുകൊണ്ട് അവരെ വിമർശിക്കാനോ ഈ കൂടുതൽ വാക്പോരിലേക്ക് പോകാനോ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം അതിലെ അതൃപ്തി മറച്ചുവെക്കുന്നുമില്ല. അതായത് ഈ പ്രശ്നം കൂടുതൽ വഷളാകരുത്, ഇതിൽ സംഘപരിവാറിന്റെ അജണ്ടയിൽ വീഴരുത്, അവരുടെ കെണിയിൽ വീഴരുത് എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ശ്രുതി. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.